ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യാതിഹി വഅലാ സയ്യിദത്തിനാ ഉമ്മിൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. പ്രിയമുള്ളവരെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകപ്പൊരുളുകളുടെ തുടർച്ചയെന്നോണം ആണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നിസ്കാരത്തിൻ്റെ ഖുശൂഅ് അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ അകപ്പൊരുൾ. ഇതാണല്ലോ നമ്മുടെ വിഷയം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സയ്യിദുൽ ഖാശിഈൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാശിഈങ്ങളുടെ ഖുശൂഉള്ള ആളുകളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അവിടുത്തെ സ്വഹാബികളും താബീങ്ങളുമായ ആളുകളുടെ ഖുശൂഇനെ കുറിച്ചാണ്. അല്പം ചില കാര്യങ്ങൾ അത് പറയുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഖുശൂഇനെ കുറിച്ച് കുറേ പറയുമ്പോൾ, നിസ്കാരത്തിൻ്റെ അകപ്പൊരുളുകളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ മുന്നിലുള്ള മാർഗദർശികൾ അല്ലെങ്കിൽ മാതൃകകൾ അവരാണ്. അവരെ നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി, വേറെ കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവരെ അതേപടി ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ ചെറിയൊരു കോപ്പിയെങ്കിലൊക്കെ ആവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞത്. ഇനി അങ്ങനെ ഖുശൂഅോടുകൂടെ നിസ്കരിച്ച ആളുകളുടെ നിസ്കാരത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, മഹാന്മാരെ അനുസ്മരിക്കലാണ്. അവരുടെ ചരിത്രം നമ്മുടെ കൽബിൽ കയറ്റിവെച്ചാൽ കൽബിലേക്ക് നൂറുണ്ടാവും. ആ നൂറും നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂഅ് കിട്ടാൻ കാരണമാകും. മറ്റു വേണ്ടാത്ത മഹാന്മാരായ ആൾക്കാരുടെ ചരിത്രം നമ്മുടെ കൽബിലേക്ക് കയറ്റി വെക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ അവിടെ നിന്ന് ഒഴിവായി പോകും. കാരണം അള്ളാൻ്റെ ഔലിയാക്കൾ വരുമ്പോൾ അവിടെ ശൈത്താൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഔലിയാക്കളെ കുറിച്ചുള്ള ചിന്ത വരുന്നിടത്ത് ശൈത്താനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല. അപ്പം നമ്മൾ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തൊക്കെ നല്ല ഭയഭക്തിയോടുകൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഖാശിഈൻ, ഖാശിഈങ്ങളുടെ ഖുശൂഉള്ള ആളുകളുടെ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഏറ്റവും തഖ്വ ചെയ്തവർ, അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നവർ, അത്ഖന്നാസി ലിറബ്ബിഹി വഅഖ്ശാഹും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ തഖ്വയുള്ളതും ഏറ്റവും കൂടുതൽ ഖുശൂഉള്ളതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതുമെല്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രത്യേകിച്ച് അവിടുന്ന് നിസ്കാരത്തിൻ്റെ ഘട്ടമാകുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറയുന്നുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ ഉലൂമിദ്ദീൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട്. ഖാലത്ത്, ആയിഷ ബീവി പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സംസാരിക്കാറുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ സംസാരങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു സാധാരണ മനുഷ്യരെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസാധാരണ മനുഷ്യനാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ താഴ്മയോടുകൂടെ തവാളുവോടുകൂടെ ജീവിച്ച ആളാണ്. നമ്മോട് സാധാരണ സംസാരങ്ങൾ സംസാരിക്കും, ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും, ദുനിയാവിനെക്കുറിച്ച് സംസാരിക്കും, ആഖിറത്തിനെക്കുറിച്ച് സംസാരിക്കും, എല്ലാം സംസാരിക്കാറുണ്ട് വളരെ സോഫ്റ്റായിട്ട്. പക്ഷേ നിസ്കാരത്തിൻ്റെ സമയമായാൽ അവിടുത്തെ പ്രകൃതി മാറും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫഇദാ ഹളറത്തി സ്വലാഹ് ഫകഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫുഹു. നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അവിടത്തേക്ക് ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്ക് അവിടത്തേക്കും അറിയില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രകൃതിയിലേക്ക് അവിടുന്ന് മാറാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ